നബിദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ അസഹിഷ്ണുരായി വന്ന് കമന്റുകൾ എഴുതും. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, തമ്മിൽ തല്ലി ചാവുന്ന എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഇരുന്നൊന്ന് കാണണം. ഒരു പള്ളിയിലച്ചും പാടിയ രസകരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് ഞാൻ വെച്ചു തരാം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തമ്മിൽ തല്ലുന്നവർ ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ നബിദിനത്തിന്റെ ഒരു പരിപാടിയിൽ വർഗീയത എന്തെന്ന് പോലും ആലോചിക്കാത്ത, അതല്ലാതെ നമ്മുടെ വർഗീയതയെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു അച്ഛൻ ഒരു പള്ളിയിൽ വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ഞാൻ വെച്ചുതരാം. അതിന് ശേഷം ഞാൻ വെച്ചുതരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ നടു റോട്ടില് ഓണത്തിന് ഡാൻസ് കളിച്ചു. ആ ഡാൻസ് കളിച്ച പെൺകുട്ടികളൊക്കെ ഇപ്പം രംഗത്ത് വന്നിരിക്കുക. അവര് വന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഓണാഘോഷ പരിപാടിയിൽ ഡാൻസ് കളിച്ചത് കൊണ്ട് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. എന്തായാലും അവര് പറയുന്ന വീഡിയോയും കൂടി ഒന്ന് വെച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാൻ പോകുന്നത് അൻസാരി ഉസ്താദിന്റെ ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഈ അൻസാരി സൂരി ഉസ്താദിന്റെ ഫോട്ടോ പിന്നെ തലഭാഗം കുരങ്ങിന്റെയും കഴുതയുടെയും ഒക്കെ ആക്കിയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. എന്തിനാണല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ ഉസ്താദ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. അതായത് പിന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിനെ ഈ അൻസാരി സൂരി ഉസ്താദ് സഹായിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഈ ഉസ്താദിനെ കുറിച്ച് ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്ന ആ ഒരു വീഡിയോ, അതൊന്നും നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ സിറാജുദ്ദീൻ കാസിമി എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കുറെ പേര് നടപ്പുണ്ട്. അതായത് ഈ ഓണാഘോഷത്തെ കുറിച്ച് ഈ ഉസ്താദ് മോശമായിട്ട് എന്തോ പറഞ്ഞെന്നാണ് പറയുന്നത്. എന്താണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ഈ പള്ളിയിലച്ചൻ പാടുന്ന ഒരു പാട്ടാണ്. നബിദിനാഘോഷ പരിപാടിയിൽ ഈ പള്ളിയിലച്ചൻ പാടുന്ന ഒരു പാട്ടുണ്ട്. അത് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണം കേട്ടോ. അതെന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. നബിദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചരിത്ര ഗാനമാണ്. ഒരു പക്ഷേ ഇവിടെ ലൈവ് പോകുന്നുണ്ട്, വീഡിയോ ഇത് മിക്കവാറും എയറിലൊക്കെ പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അസഹിഷ്ണുരായി വന്ന് കമന്റുകൾ എഴുതും. ആ കമന്റുകൾ എഴുതുന്നവർക്ക്, നല്ലത് എഴുതുന്നവർക്ക് ദൈവം നല്ലത് നൽകട്ടെ. ഇനി മോശം എഴുതുന്നവരെ കുറിച്ചുള്ളതായ എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ അവരെ നശിപ്പിക്കാതെ അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കാരണം ഒരുവൻ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ നമ്മോട് എതിരിടുന്നവർ നശിച്ചു പോകാതെ അവരിൽ നിന്ന് ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ ആമിന പെറ്റോളിവേ നബിയുള്ള അബ്ദുള്ള തൻ തെളിവേ ആദരവിൻ വടിവേ സഫിയുള്ള അഷറഫുൽ ഹൽഖോളിവേ ചന്ദിര സുന്ദരരേ നബിയുള്ള ചന്ദമിയെന്നവരേ സത്യമുത്തവരേ റസൂലുള്ളാഹ് ഖൽബ് തെളിന്തവരേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ വാനത്തിലേറിയൊരേ മിഹ്റാജിൽ ആനന്ദം കൊണ്ടവരേ വാനത്തിനപ്പുറത്തെ ഹർഷിൻ്റെ
പൊന്നൊളി കണ്ടവരെ ആകാശവാസികളാം നബിമാരെ ആകെ നളർത്തവരെ ആദിയോനാദരിത്തേ നബിയാരെ ആക്കം അണൈത നേരെ മക്കത്തുതിത്തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തേളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ. അപ്പൊ എന്തായാലും ഇത് കണ്ട എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം അച്ഛൻ പാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. സത്യം പറയാലോ, ഇതൊക്കെയാണ് മതേതുരം എന്ന് പറയുന്നത്, ദ റിയൽ കേരള സ്റ്റോറി. ഇനി അടുത്തതായിട്ട് ഓണാഘോഷ പരിപാടിയിൽ ഡാൻസ് കളിച്ച പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഞങ്ങളാണ് ആ ഡാൻസ് കളിച്ച കുട്ടികളെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. ഒരു ദിവസം മുമ്പ് ഞങ്ങളൊരു റീലിട്ടു. അല്ലാ, അതിട്ടതേ ഓർമ്മയുള്ളൂ കേട്ടോ. അതിങ്ങോട്ട് പോയിട്ട് എവിടെ എത്തിയെന്ന് അറിയില്ല. കാരണം കുറെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും, പിന്നെ ഞങ്ങളെ വീഡിയോന്റെ തന്നെ കമന്റിൽ കിടന്നിട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചോനെ എന്തൊക്കെ സംഭവിച്ചത് ഇപ്പൊ 2 ദിവസം കൊണ്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇവരോട് കാര്യം പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യമാണല്ലോ. ഇതിപ്പോ വിവാദമാകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ താഴത്ത് ഇവരുടെ ഈ ഡാൻസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും വിവാദമാകാൻ കാരണം. ഞാൻ ഈ ഒരു യുവതിയോട് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡാൻസ് കളിക്കാനുള്ള അവകാശമുണ്ട്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയ സമയത്ത് ഒരു റീൽ ഇങ്ങനെ ഡാൻസിന്റെ റീൽ കണ്ടപ്പോൾ ഞങ്ങൾ നമുക്കൊന്ന് കളിച്ചു നോക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇൻസ്റ്റയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തതാട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളിത് മൂല്യക്കന്മാരെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ മുബീത്താത്തേനല്ല ഇപ്പം കുറച്ച് എല്ലാവർക്കും ഒരു വൈറലായി നിൽക്കുന്നത്. കാരണം മുബീത്താത്ത ഹിജാബ് ഇട്ട് കളിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ്. അതേപോലെ മൂല്യക്കന്മാര് ഈ ഓണത്തിന് മുസ്ലിം സ്ത്രീകൾ ആഘോഷിക്കണതും ഡാൻസ് കളിക്കണതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ് പറയുന്നത് ആ ഒരു സമയമായതുകൊണ്ടാവാം ഞങ്ങള് ജസ്റ്റ് അതോടിട്ടോട് കൂടി അതിങ്ങോട്ട് എയറിലെത്തിയത്. പിന്നെ ഞങ്ങളിത് മുബിത്താതാനെ വെല്ലുവിളിക്കാനല്ല, ഇസ്ലാമിനെ അല്ലെങ്കിൽ മൂല്യമാരെ ആരും വെല്ലുവിളിക്കാൻ വേണ്ടി ചെയ്തല്ലേ. ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ നമ്മള് ഡാൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കും. അത് ചിലപ്പോൾ നല്ലതാണ്, നമ്മളങ്ങോട്ട് പോസ്റ്റും അങ്ങനെയൊക്കെയാണ്. അല്ലാതെ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഒരു കാര്യമുണ്ട്, ഈ മതങ്ങളില് ഒരു കാര്യം പറ്റത്തില്ല എന്ന് പറയുമല്ലോ, ഇത് നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോ പറയുന്ന ഇപ്പം എന്തുവാണ്, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക. ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല വിചാരിക്കുക, ഞാൻ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഞാൻ പറയുവാണ്, ഇപ്പൊ ഏതെങ്കിലും ഒരു മതത്തില് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മുടെ മതത്തിന് എതിരാണ്. അപ്പൊ ആ എതിരായ ഒരു കാര്യം അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ച ആൾക്കാരുണ്ടല്ലോ, ഈ മതം പഠിച്ച കുറെ ആൾക്കാരുണ്ടാവും, പണ്ഡിതന്മാര്. അവര് വന്നിട്ട് പറയും നീ അങ്ങനെ ചെയ്ത് വളരെ മോശമായി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവര് പൊട്ടിത്തെറിച്ച് സംസാരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനെതിരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം മതം അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഇവരതിനെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയും കൂടെ കേൾക്കാം. ഇതിപ്പോ ഈ ഒരു ടൈം ആയതുകൊണ്ടാവും ഇതിപ്പോ ഇങ്ങനെ കത്തിക്കേറിയിട്ടുണ്ടാവും. അത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിവാദത്തിന്റെ ഒരു ഇതിലേക്ക് പലരും മുബിത്താത്താന്റെ അണ്ണാക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു എന്നുള്ളതിൽ നമ്മൾ അണ്ണാക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതെന്നല്ല, നമ്മൾ എപ്പോഴുള്ള പോലെ തന്നെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഓണസാരി നമ്മൾ എടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സാരി ഞങ്ങൾ അധികം എടുക്കാത്തവരാണ്. അപ്പൊ ആ സാരി എടുത്ത് കണ്ടപ്പം അതിന് പറ്റിയൊരു പാട്ട് കണ്ടപ്പം ജസ്റ്റ് നമുക്കൊന്ന് കളിച്ചു നോക്കാന്നുള്ളതിൽ അങ്ങനെ കളിച്ചിട്ട് ഇട്ടതാണ് മക്കളെ. അല്ലാതെ ഞങ്ങൾ അതിന് ആരെയും എന്താ വിളിച്ചിട്ടിട്ടതോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. പിന്നെ ഈ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, അനുകൂലിക്കുന്നവർക്കൊക്കെ സന്തോഷം. കാരണം നമ്മൾ ആദ്യമേ പിന്നെ ചെറിയ കുട്ടികൾ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മളെ അയൽവക്കത്തുള്ള എന്താ പറയാ ഹിന്ദുക്കളെ വീട്ടിൽ പോണ്, ഓണസദ്യ കഴിക്കണ്, ഓണപ്പൂക്കളിടാനും ഒപ്പം കൂടണ്, നമ്മളെ വീട്ടിൽ ഓണപ്പൂക്കളും അങ്ങനെയൊക്കെ വളർന്ന ആൾക്കാരാണ്. നമ്മളിപ്പോ ഇത് വേറെ മതത്തിന്റെ അല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കലില്ല. എന്തൊക്കെയാണ് ഇവര് പറയുന്നത്? വർഗീയത കൊണ്ടുവരുമല്ലേ ഇവിടെ. ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണ് ഓണമെന്ന് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കാര്യം കേരളത്തിന്റെ മലയാളികളുടെ ഒരു ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെ ആഘോഷിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നും ഇല്ല, ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഈ ഹിന്ദുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹിന്ദു സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി
ഈ സദ്യ കഴിച്ചിട്ടുള്ളവരാണ്, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി ക്രിസ്മസിന് ഫുഡ് കഴിച്ചിട്ടുള്ളവരാണ്, കേക്ക് കഴിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം എന്റെ വീട്ടിൽ പെരുന്നാളിന് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മള് അങ്ങനെ മതത്തെ ഇങ്ങനെ വേർതിരിച്ച് കാണാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ റമദാൻ മാസത്തിൽ അവരും നമ്മളപ്പം കൂടുന്നത്, നോമ്പ് നോൽക്കണം, നോമ്പ് തുറക്കാൻ, അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിന്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊരു ഫ്രണ്ട് നോമ്പ് തുറക്കാൻ, നോമ്പ് നോക്കി ഞങ്ങളെ കൂടെ വന്നിട്ടുള്ളത്. അതൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന വ്യത്യാസത്തിൽ ജീവിക്കുക ഞങ്ങൾ മലപ്പുറമാണ് കേട്ടോ. അങ്ങനെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നൊരു എന്താ പറയുക വലിയ കാര്യമാക്കിയിട്ട് ഇത് വേറെ പോലെ എന്താ പറയുക എണ്ണാക്കി കിടാനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കാനോ അങ്ങനെയൊന്നും വിചാരിക്കണ ഒരു ടൈപ്പിൽ ഇട്ടതും അല്ല കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പിന്നെ ഈ പഠിപ്പിക്കാൻ വരുന്ന മൂല്യന്മാരായാലും ഈ മുബിത്താത്താനെ പോലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് നിങ്ങളുണ്ടല്ലോ ഈ ഇൻസ്റ്റയിൽ കടന്നിട്ട് ഈ ഒരു മതം പഠിപ്പിക്കാൻ നിൽക്കില്ലേ. അതിന് വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്, പള്ളി അല്ലെങ്കിൽ മദ്രസ അല്ലെങ്കിൽ നിങ്ങൾ ഖുറാൻ ക്ലാസ് വിളിച്ചിട്ട് ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ ചെയ്തോളി. അപ്പൊ ഇവർ ഈ പറയുന്നത് വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഉസ്താക്കന്മാരാരും ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ശരിക്കും ഉസ്താക്കന്മാരോ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരോ ആരും വന്ന് ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നത് ഞാൻ എന്തായാലും കേട്ടിട്ടില്ല. അപ്പം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉസ്താക്കന്മാര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാൻസ് കളിക്കുന്ന ഇവരുടെ ഈ മുസ്ലിം മതത്തിൽ എന്ന് പറയുന്നത് ഈ ഭയങ്കര അടക്കവും ഒതുക്കവും ഉള്ള ഈ പെണ്ണുങ്ങളായിരിക്കണം, ഈ പിന്നെ പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ സ്പ്രേ പോലും അടിക്കരുതെന്നാണ് ഈ മുസ്ലിം സമുദായത്തിൽ പറയുന്നത്. അപ്പൊ അതിനെതിരെ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ആണുങ്ങൾ നോക്കും, ആണുങ്ങളുടെ ശ്രദ്ധ വരാതിരിക്കണമെന്നാണ് ആ ഒരു ഇതിൽ പർദ്ദയിട്ട് നടക്കണമെന്ന് പറയുന്നില്ലേ, അത് ആണുങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കണം ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പിന്നെ ഈ സമുദായത്തിൽ ഉള്ളപ്പോഴത്തേക്കും ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും ഈ പിന്നെ ഉസ്താക്കന്മാർക്ക് ആർക്കാണെങ്കിലും അവർ പൊട്ടിത്തെറിച്ച് സംസാരിക്കും. അപ്പോ ഇനി അടുത്തതായിട്ട് നമുക്ക് സിറാജുദ്ദീൻ കാസിമിയുടെ പിന്നെ ഒരു വലിയൊരു വിവാദമായ ഒരു പ്രസംഗമുണ്ട് ഈ ഓണത്തിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അത് ഞാൻ വെച്ചുതരാം. അതിനു മുമ്പ് ഈ താത്ത പറയുന്നത് ബാക്കിയും കൂടെ കേട്ടു. എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അതും പാശ്ചാത്യർ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മതം വിശ്വസിക്കാത്ത ആൾക്കാർ. പല ആൾക്കാരും നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെ എന്താ പറയാ ഇത് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഉള്ള വിശ്വാസം കൂടി കളയണ തരത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഇൻസ്റ്റയിൽ വന്നിട്ട് മതം പഠിപ്പിക്കാൻ നിൽക്കില്ലേ. മുബിത്താത്താനോടൊക്കെ പ്രത്യേകം പറയാനുള്ളതാണ്, നമുക്ക് അതിന് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയിട്ട് പഠിപ്പിക്കാം. നിങ്ങൾക്ക് റീച്ചിനും അല്ലെങ്കിൽ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് മതത്തിന് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക കളിക്കാൻ നിൽക്കരുത്. അത് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇതേ നിലപാട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മതം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രതയിൽ അത് പഠിപ്പിക്കേണ്ട സ്ഥലത്ത്, അത് ക്ലാസ് കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ കൊടുത്തോളി. ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് ഉള്ളതിൽ വൾഗറാക്കാനാണ് എല്ലാ എന്താ പറയുക ആൾക്കാർക്ക് തോന്നുന്നത്. അതിനെന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു ഇടം ഇട്ട് കൊടുക്കുന്നത്? എന്താ പറയുക മതം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അതിൽ എങ്ങനെയൊക്കെ വിശ്വസിക്കണം അതിന്റെ ഫുള്ള് ഫോളോ ചെയ്ത് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്ത് പോകുന്നവർ, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവരെ പഠിച്ചവനായിട്ടുള്ളതൊക്കെ അല്ലേ, അത് പോയിക്കോളും. നിങ്ങളിത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അന്യമതസ്ഥരെ കൊല്ലണമെന്ന് പറയുന്ന ഒരു മതത്തിലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഈ പിന്നെ മുസ്ലിങ്ങളാണെങ്കിൽ വേറെ മതക്കാരെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ വേറെ മതക്കാരെ കൊല്ലണമെന്നോ ക്രിസ്ത്യാനികളാണെങ്കിൽ വേറെ മതക്കാരെ കൊല്ലണമെന്നോ ഒന്നും പറയുന്നത് ഇവരുടെ മതത്തിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ചോക്കെ, എല്ലാവരും ഇപ്പൊ നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ നമ്മുടെ ഈ ആദ്യം കാണിച്ചു വന്ന ഈ ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം അതുകൊണ്ടാണല്ലോ ആ ഒരു നബിയുടെ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് സെറ്റായത്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് മറ്റു മതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന. നമുക്ക് എന്തായാലും ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അൻസാരി സൂരി ഉസ്താദ് പാവപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബത്തെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ. മനുഷ്യരെ, നാളെ നബിദിനമല്ലേ, ആ സന്തോഷ സമ്മാനം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തുറക്കട്ടെ. ആദ്യം ഇത് കണ്ടിട്ട് തുറന്നാ പോരെ. എന്റെ മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് ഓടി ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവൃത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. ഇനിയാണ് നമ്മൾ സമ്മാനം തുറക്കാൻ പോകുന്നത്. കണ്ണു നിറച്ചേ, തുറക്കാൻ പോണേ. ഉസ്താദെ, ഞാൻ സുജിത്താണ്. എന്താ പറയണ്ടത്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ഉസ്താദെ. ഞാനിന്ന് അതാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാല് വെച്ച് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി ഒക്കെ ആയി വരണം. കുറച്ച് ദിവസം കൂടിയൊക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകും. ഇന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഉസ്താദിന് വളരെയധികം നന്ദി ഉസ്താദ്. എത്രയോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അതേപോലെ ഉസ്താദിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്.
കാരണം ഉസ്താദിന്റെ ആ ഒരു വാക്കുകളും ഒരു ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നും എനിക്കൊരു ഇതിൽ വരത്തില്ലായിരുന്നു, ഇത് കിട്ടത്തില്ലായിരുന്നു എനിക്ക്. നല്ല ഉസ്താദ് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ടും ഉസ്താദ് താങ്ക്സ് ഉസ്താദ്. അപ്പോൾ ഏതായാലും ഞാൻ ഉസ്താദിന് ഇപ്പം അയച്ചത് വീഡിയോ. എന്തായാലും ഞാനത് വെച്ച് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വരും, ഉസ്താദിനെ കാണും. കേട്ടോ ഉസ്താദ്, ഞാനും എൻ്റെ മോനൊക്കെ കൂടി വരും, ഒരു കുഞ്ഞിനായിട്ട് ഞാൻ അവിടെ വരും ഉസ്താദിനെ കാണാനായിട്ട്. താങ്ക്സ് ഉസ്താദെ, വളരെയധികം നന്ദി. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടില്ലേ? വർഗീയത മനസ്സിലുള്ള ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുമോ? ഒരുപാട് പേര് പറയുന്നുണ്ട് അൻസാരി ഉസ്താദ് തീവ്രവാദിയാണ്, വർഗീയവാദിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ളവരോട് പറയാണ് വർഗീയവാദം എന്ന് പറയുമ്പോൾ അന്യമതസ്ഥരെ കാണുമ്പോൾ തന്നെ അടിക്കാൻ പോവുക, തല്ലാൻ പോവുക, അതൊക്കെയാണ്. അദ്ദേഹം ഈ ഒരു പണി ചെയ്യുമോ? എത്രയോ ഹിന്ദുക്കളെയാണ് പുള്ളിക്കാരൻ സഹായിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേരെ സഹായിക്കുകയും ചെയ്യും അദ്ദേഹം. നമ്മുടെ അൻസാരി ഉണ്ടല്ലോ, ഇപ്പം പിന്നെ മറ്റേ ചാരിറ്റി എന്നും പറഞ്ഞ് ഈ ഹിന്ദുക്കളെ അപരാധിച്ചുകൊണ്ട് നടന്ന് തീവ്രവാദവും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ മോൻ, നിങ്ങൾ വർഗീയവാദി എന്നോ തീവ്രവാദി എന്നോ ഭീകരവാദി എന്നോ എന്തും വിളിച്ചോളി, നമ്മളിവിടെയൊക്കെ ഉണ്ടാകും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അപ്പം ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദ്യമായ നിബിദിനാശംസകൾ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പോലും വാഴ്ത്തിപ്പാടിയ ഷർഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് നാളെ. എല്ലാവർക്കും നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് അൻസാരി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയാണ് അടുത്ത നമ്മള് സിറാജുദ്ദീൻ കാസിമിയ ഉസ്താദ് പിന്നെ ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു പ്രസംഗം നമുക്ക് കേട്ടിട്ട് വരാം. പടച്ചോനെ, എന്നിട്ട് സത്യം പറഞ്ഞാൽ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഓണം മുസ്ലിങ്ങൾ തൂക്കി എന്നാ പറയണേ. ഇപ്പൊ തൂക്കലിന്റെ കാലവാ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം പെൺകുട്ടികളെ തൂക്കി കോളേജിൽ സാരി ഇട്ടുണ്ട്, തലേ തുണി ഇട്ടുണ്ട് ആടുന്ന പെൺകുട്ടികളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാ തോന്നണേ. എനിക്കിതൊക്കെ കാണുമ്പോ സങ്കടമാണോ തോന്നുന്നേ. എന്ത് സങ്കടം ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? ഓണം എന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഓണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരാ. ഈ ഓണം എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗത്തിന്റെ, ആ ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന് ഒരു ബഹുമാനവും ആദരവും ഉണ്ടോ അവർക്ക്? ഓണമെന്ന് പറയുമ്പോ ആ ഓണത്തിന് അവരൊരു ബഹുമാനവും ആദരവും അവർ കൊടുക്കുന്നുണ്ട്. ആ ആദരവും ബഹുമാനവും കൊടുക്കുന്ന ആ ഓണം വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ സാരി ഉടുത്തിയിട്ട് കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്? എന്തു പേക്കൂത്താടോ കാണിക്കണേ? എടോ, ഡാൻസ് ആടലോ ഫറദ ഇടലോ സാരി ഉടുക്കലോ അല്ല വിഷയം. ഒരു സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ആരാധന. ഇപ്പം വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു, അവരൊക്കെ എന്ത് ബഹുമാനം. നബിദിന റാലി നടത്തുന്നു, എത്ര ബഹുമാനം. ആ നബിദിന റാലി നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിലാ. ഇവിടുത്തെ ഹൈന്ദവനും മറ്റുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു അവർ. നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്നതിന് അവരും ബഹുമാനിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന്, ആ ഓണം എന്ന് പറയുന്നത് ഒരു ആരാധന പോലെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കാര്യത്തെ ഈ ഉമ്മത്ത് സാരി ഉടുത്തി ഡാൻസും ചെയ്ത് കോമാളിത്തരം കാണിച്ചിട്ട് അവരുടെ മനസ്സു വേദനിപ്പിക്കുക ചെയ്യുക. എനിക്കതാ സങ്കടം തോന്നുന്നേ. അവരുടെ മനസ്സുകൾക്ക് പോലും വേദനയുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉമ്മത്ത്. ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്നത് മാത്രമേ വീഡിയോയും ഉള്ളൂ, പ്രസംഗവും ഉള്ളൂ, പാട്ടുമുള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഉസ്താദ് മതപരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഉസ്താദിന് മോശമായിട്ട്, വളരെ മോശമായിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.